ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഒന്നുമില്ല, ജസ്റ്റ് ഒരു മീൻകറി വെക്കാൻ പോവാണ്. ചാള വാങ്ങിച്ചിട്ട് വന്നു. അപ്പം ഞാൻ കരുതി മീൻകറി വെക്കാം. അപ്പോൾ വെറുതെ ഒന്നും മീൻകറി വെക്കണ്ട, വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് എൻജോയ് ചെയ്ത് വെക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ജസ്റ്റ് പെട്ടെന്നൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ മുളക് കറിയാണ് വെക്കുന്നത്, തേങ്ങ ഉള്ള കറിയല്ല വെക്കുന്നത്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം, ലാഗ് അടുപ്പിക്കുന്നില്ല. ജസ്റ്റ് പെട്ടെന്നൊരു വീഡിയോ ആണ്, എല്ലാവരും വെക്കുന്ന പോലെ തന്നെ. പിന്നെ ജസ്റ്റ് എനിക്കൊന്ന് വൈബ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ ഓൾറെഡി മീൻ കഴുകി വെച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ച് വറക്കാനും വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി പുകഞ്ഞിരുന്നത് നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ചൂടായെന്ന് തോന്നുന്നത് ഒരു അധിക പ്രശ്നമായി പോയോ? ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കാം. രണ്ടും കൂടെ ഒന്ന് പൊട്ടി വരട്ടെ. ഇത് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് ഉള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കും. എന്താ അയ്യേ, അച്ചേട്ടനല്ലേ പറഞ്ഞ മീൻ കറി വെച്ചാൽ മതി, വറക്കണ്ടാവും. അപ്പേക്ക് ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ഇടാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും നന്നായിട്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ആദ്യം ഇടണമെന്ന് പറയും, കാരണം മൂക്കാൻ കുറച്ചുകൂടെ സമയം വേണ്ടത് മല്ലിപ്പൊടിക്കാണ്. സോ അത് കഴിഞ്ഞിട്ട് മുളക് പൊടി ഇട്ടാലും കുഴപ്പമില്ല. മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന സാധനമാണ്. സോ മുളക് പൊടി കുറച്ച് ലേറ്റായിട്ട് ഇട്ടാലും സീനില്ല. ആയിട്ട് കരിയാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ മീൻകറി വെക്കാൻ പഠിപ്പിക്കുമൊന്നുമല്ല, ഞാൻ വെക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുവാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പൊടി നന്നായിട്ട് മൂത്തു. ഇനി ഇതിനകത്തിട്ട് നമുക്ക്, ഞാൻ ഓൾറെഡി പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ആ വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ചാറാണോ വേണ്ടത് അതനുസരിച്ച് വെള്ളം എടുത്താൽ മതി. ഇപ്പം ഞാൻ കുറച്ച് മീനുള്ളതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ. നന്നായിട്ട് തിളയ്ക്കാനായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ മീനിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കുറച്ച് നേരം വേവട്ടെ. ഞാൻ കടൽ പോലെ വെള്ളം വെച്ചിട്ടുണ്ട്, കാരണം എനിക്ക് കുറച്ച് ചാറായിട്ട് വേണം. അതുകൊണ്ട് ഇനി ആ സമയം കൊണ്ട് ഞാനിവിടെ കുറച്ച് വറക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി നമുക്ക് വറക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഓൾറെഡി ഇട്ട് വെച്ചു. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ മീനിൻ്റെ മുട്ടയും കൂടി കുറച്ചുണ്ടായിരുന്നു, അതും കൂടെ വറക്കാമെന്ന് വെച്ചു. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം പെപ്പർ പൗഡർ. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതും കൂടെ എണ്ണയ്ക്കകത്തോട്ട് ഇടാം. അപ്പോൾ അതേ നമ്മുടെ മീൻ കറി ഇവിടെ തിളയ്ക്കുന്നുണ്ട്. പിന്നെ അതേ മീൻ വറക്കാനും വെച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് മീൻകറി ഭയങ്കര ടാസ്ക് പരിപാടി പോലെ എനിക്ക് തോന്നുമായിരുന്നു വെക്കുന്നത്, എന്തോ പാടുള്ള കാര്യം പോലെ. പക്ഷെ പിന്നെ പഠിച്ചു വന്നപ്പോൾ മീൻകറിയാണ് ഏറ്റവും എളുപ്പം. കുറച്ച് മീൻ കിട്ടിയാൽ പെട്ടെന്ന് കറിയും വെച്ച് നമുക്കൊരു മോരും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ചോറിനാൻ വേറെ ഒന്നും വേണ്ട. അത്രയ്ക്ക് സിമ്പിളാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം ആവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മീൻകറി ഓൾറെഡി ആയി. ഞാൻ ഓഫ് ചെയ്തു ഫ്ലെയിം. ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറിവേപ്പില കഴിഞ്ഞു പോയി. അതാണ് ആകെപ്പാടുള്ളൊരു പോസ്റ്റ് കിട്ടിയത്. കറിവേപ്പില ഇല്ലെങ്കിൽ പിന്നെ മീൻകറിക്ക് ഒരു ടേസ്റ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ കാണും. പക്ഷെ ഞാൻ ഈ മീൻ വറക്കുമ്പോഴും അതിനകത്ത് നിറച്ച് കറിവേപ്പില ഇട്ടാണ് വറക്കുന്നത്. എനിക്ക് ആ കറിവേപ്പില ഇങ്ങനെ മൊരിഞ്ഞ്
നമ്മുടെ ഉപ്പേരി ഐറ്റംസിനകത്തൊക്കെ കിടക്കുന്ന പോലെ കിടക്കണം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് തീർന്നുപോയി. അപ്പം ഇതും കൂടെ ആയിട്ട് വേണം നമുക്ക് ചോറ് കഴിക്കാൻ. ഗൈസ്, അതിനിടയ്ക്ക് നമ്മുടെ അച്ചോട്ടൻ പുതിയ ഫോൺ എടുത്ത്. എന്തിൻ്റെ ഫോൺ അച്ചോട്ടെ ഇത്? ഇത് മോട്ടോ. ഓട്ടോയോ? മോട്ടോ LG 60 Pro. ഇതിനെ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസിന് വേണ്ടിയാണ് എടുത്തതാണ്. ചേട്ടാ, ഐഫോണിലുള്ള സിനിമാറ്റിക് എക്സ്പീരിയൻസ് പോരായിരുന്നു. ഇത് രണ്ട് സൈഡിൽ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന കർവ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളറും ബസൽസും ഒക്കെ വൈബായതുകൊണ്ട് തന്നെ നമുക്ക് F1 ഒക്കെ ഇതിനകത്ത് നല്ല കിടിലമായിട്ട് അങ്ങോട്ട് ദർശിക്കാൻ പറ്റും. വൈഫൈ ഇല്ലാത്തവർ ഇതിനെ നിൽക്കരുത്. 2 സെക്കൻഡ് കൊണ്ട് നമ്മുടെ ഡാറ്റയെല്ലാം തീരും. അപ്പോൾ നമുക്ക് ആ ബ്രൈറ്റ്നസ് അങ്ങോട്ട് ഐഫോണിനെക്കാട്ടിലും വലിയ ഡിസ്പ്ലേ ആണോ ചേട്ടൻ പറയുന്നത്? എന്നാ കണ്ടു കേട്ടു. ഓക്കെ, നമ്മുടെ ഫിഷ് ഫ്രൈയും ആയി, മീൻ കറിയും ആയി. ഇനി നമ്മൾ ചോറ് കഴിക്കാൻ പോവാണ്. രണ്ടുമായി പെട്ടെന്നായില്ലേ? അധികം ടൈമൊന്നും എടുത്തില്ലല്ലോ, പെട്ടെന്നുണ്ടാക്കില്ലേ? അപ്പം ഞാൻ പോയി ഇനി കഴിക്കട്ടെ. കഴിക്കുന്ന വീഡിയോ എടുക്കുന്നില്ല, കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് വിശക്കുന്നു. ഇപ്പം സമയം ഒരുപാടായി. അപ്പം പെട്ടെന്ന് കഴിക്കണം. അതുകൊണ്ട് പെട്ടെന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് നോക്കണം, ഉറങ്ങണം, നാളെ ഓഫീസിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിക്കുന്ന കാണിക്കുന്നില്ല, വീഡിയോ എന്ത് ചെയ്യുവാണ്. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്, ബൈ.